ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് കുറേ ആയി ഞാൻ ടാറ്റു അടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല അടിക്കാൻ. അപ്പം ഇന്ന് അടിക്കാൻ പോവുകയാണ്. എൻ്റെ ഓഫീസിൽ 2-3 ദിവസം മുമ്പ് ഒരു ഏട്ടൻ വന്നു. അപ്പോൾ മൂപ്പര് വേറെ എന്തൊരു ആവശ്യത്തിന് വന്നാവും. പുള്ളിക്കാരനായിട്ട് സംസാരിച്ചപ്പോൾ മൂപ്പര് ടാറ്റു ആർട്ടിസ്റ്റാണ്. മൂപ്പര് എനിക്ക് അറിയുന്ന ഒരാൾക്ക് വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പുള്ളിൻ്റെ അടുത്തൊന്നും തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പുതിയങ്ങാടിയാണ് സ്റ്റുഡിയോ. അപ്പോൾ അവിടെ സെറ്റാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. പോകുന്നെങ്കിൽ സവാദിനെയും കൂട്ടണം. അങ്ങനെ സവാദിൻ്റെ വീട്ടിലെത്തി. സവാദ് ഉറങ്ങേനെ. സവാദിനെ എണീപ്പിച്ച് കുളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. വരുന്ന നേരം പോസ്റ്റാണ്. അവിടെ മീൻ കണ്ടു. ഇതാണ് സുഖു, ഇത് ബാലു. പത്ത് മണിക്ക് റെഡിയായി നിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ വന്നതിനെ കൊണ്ട് എണീപ്പിച്ച് കുളിച്ച് റെഡിയായത്. ഇപ്പം 10:15, 10 മണിക്ക് ആകുമ്പോഴേക്ക് എത്താന്ന് പറഞ്ഞു. പോട്ടെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ മൂപ്പര് എത്തിയിട്ടില്ല ഭാഗ്യത്തിന്. 10:30 എന്നോട് 10:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞ് 11 മണിയാവാതെ. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പുള്ളി വരുന്നവരെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പുള്ളി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന്. അങ്ങനെ ഞങ്ങളെയും കൂട്ടി നേരെ സ്റ്റുഡിയോയിലേക്ക് കയറി. അങ്ങനെ സ്റ്റുഡിയോ കയറി അവിടെ കുറച്ച് നേരം ഇരുന്ന്. നല്ല വൈബാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടെ ഇരുന്ന് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. അങ്ങനെ പരിപാടി തുടങ്ങി. ആ ലാപ്പിൽ കാണുന്നതാണ് ഞാൻ ചൂസ് ചെയ്ത പാറ്റേൺ. പുള്ളി അതിൻ്റെ സ്റ്റെൻസിൽ എടുക്കണം. അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ സ്റ്റെൻസിൽ എടുത്തു കഴിഞ്ഞ് അത് നമുക്ക് ആദ്യം പ്രിൻ്റ് എടുക്കണം കൈമേൽ വെച്ചിട്ട്. അതിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലെ ഹെയറൊക്കെ ഒന്ന് പുള്ളി തന്നെ ഫുള്ള് റിമൂവ് ആക്കി ഫുൾ ക്ലീൻ ഷേവ് ആയിക്കണം കൈ. അതുകൊണ്ട് ഫുള്ള് റെഡിയാക്കി തന്നു. അങ്ങനെ ഹെയർ റിമൂവ് ആക്കിയതിന് ശേഷം എൻ്റെ കൈ കുറച്ച് ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് പുള്ളി തന്നെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സ്കിന്നൊന്ന് വെറ്റാക്കി തന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത സ്റ്റെൻസിലിൻ്റെ പ്രിൻ്റ് കയ്യിൽ വെച്ച് സെറ്റാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ വേണം ഇങ്ക് വെച്ച് മറ്റേ പരിപാടി ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ ടാറ്റു അടിക്കാനുള്ള സിറിഞ്ച്, പിന്നെ ഇങ്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം സെറ്റാക്കി വെച്ച് മറ്റേ ഷെയ്ഡ് ചെയ്യുമ്പോഴല്ലേ നല്ല വേദന വരുന്നത്. ഇല്ലാണെങ്കിൽ അത് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തില് വെറുതെ പൈസ കൂടുതൽ പരിപാടിയാണ്. നമ്മളുടെ സ്കിന്നിൽ ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് ഗ്രേ വലിച്ചു. അങ്ങനെ പരിപാടി തുടങ്ങി. എൻ്റെ മനസ്സിലുള്ളത് നല്ലൊരു വേദന ഉണ്ടാവുന്നേ ചെയ്യുമ്പോൾ. കാരണം ഈ സിറിഞ്ച് നമ്മളെ ബോഡിയിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി കയറിയല്ലേ, അപ്പോൾ നല്ല വേദന. പക്ഷേ വലിയ വേദന ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു എന്താ പറയുക, കൊതുക് കുത്തുന്നതോ അതുപോലെ ചെറിയൊരു വേദന ഉള്ളു. അധികം വലിയ വേദന ഒന്നുമില്ല. നല്ല സുഖമുള്ളൊരു വേദന. അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ആയി.
ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിനാണ് ടൈം എടുക്കുക. അങ്ങനെ ഉച്ചയായപ്പോഴേക്ക് പുള്ളിക്കാരൻ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തന്ന് ഞങ്ങൾ മന്തിയും പിന്നെ അൽഫാമും വാങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ വർക്കിലേക്ക് പോയി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തീർക്കാനുള്ള പരിപാടിയാണ്. ഒരു 8-8.5 മണിക്കൂർ ഇതിമ്മ കളിച്ചിട്ടുണ്ട് ഫുള്ള്. അങ്ങനെ സംഭവം പകുതിയായപ്പോഴേക്കും ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വർക്ക് നമ്മളെ ബ്രോ ചെയ്തതാണ്. ഇതെൻ്റെ ഓഫീസിലുള്ളൊരു സ്റ്റാഫാണ്. പുള്ളിയുടെ കൈ കണ്ടിട്ടാണ് ഞാനും ബ്രോൻ്റെ അടുത്തേക്ക് പോയത്. 1 വർഷമായി ഇതുവരെയായിട്ട് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരു ധൈര്യത്തിലേക്കാണ് ഞാനും പോയി ചെയ്തത്. അങ്ങനെ കറക്റ്റ് രാത്രി 8:30 ആയപ്പം പരിപാടി മൊത്തം കഴിഞ്ഞു. രാവിലെ 11:30 തുടങ്ങിയതാ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3/4 മണിക്കൂർ റെസ്റ്റേ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ടിന്യൂസ് വർക്കാണ്. എങ്ങനെയുണ്ട് വർക്ക് എക്സ്പീരിയൻസ്? അടിപൊളി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ടാറ്റൂമിൽ കുറച്ച് റാപ്പ് ചെയ്ത് തന്നു. നമ്മളെ പൊടിയും കാര്യങ്ങളൊന്നും തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റാപ്പ് ചെയ്ത് തന്നു. 2 മണിക്കൂറത്തേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. വർക്ക് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കറക്റ്റ് 8:46 രാവിലെ 11:30 തുടങ്ങിയ വർക്ക്. പുള്ളിക്കാരനാണെങ്കിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കേണ്ടി കിട്ടില്ല മനസ്സിലാവും പറയാം വേറെ ലെവല്. അപ്പോൾ ഒരു 8-9 മണിക്കൂറിൻ്റെ പണി ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇനി നേരെ ആഷിമിൻ്റെ വീട്ടിലേക്ക് വേണം. ബക്രീദിൻ്റെ ഫുഡ് ഇന്നത്തേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞ് അത് പോയി കഴിക്കണം. പോയിട്ട് സവാദ് ശൈലേഷേട്ടനും ഉണ്ടാവും. അപ്പോൾ 3 ആളൂടെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഞങ്ങൾ ആഷിമിന്റെ വീട്ടിലെത്തി. ആഷിമും അലിയും കൂടെ നമുക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ഇത് അവനല്ലേ? ഏതാണ് ലൈസൻസ് പുറത്തെല്ലാരും വന്ന് ഫോൺ വെക്കുക. അല്ല ഇന്നോട് ചോദിക്കുക. എമ്മമാരും അമ്മായിനോടൊക്കെ പറഞ്ഞേ എല്ലാരും ഒരു അയൽവാസിയുടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. അതറിയില്ല. ശരിക്കും എത്ര പൊട്ടി? ബൈക്കിന്റെ 2 പോയി. മുണ്ടല്ലേ യൂട്യൂബ്. ഉമ്മച്ചീട്ടോട്ടെ. അപ്പൊ ഓക്കെ. അപ്പോ പരിപാടിയെല്ലാം കഴിഞ്ഞ് ആഷിമിന്റെ വീട്ടിൽ പോയി ഫുഡെല്ലാം കഴിച്ച്. ആഷിമിന്റെ ഉമ്മ കുറെ വിളിക്കുന്നു ഫുഡ് കഴിക്കാൻ. കുറെ അല്ല, ഇന്നലെ ബക്രീദാനെ കൊണ്ട് വിളിച്ച്. പക്ഷെ ആഷിമ അവിടെ ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ പോയില്ല. മോശമല്ലേ? അങ്ങനെ ഇന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.